വിമതർക്കെതിരെ നടപടി ഘടിപ്പിച്ച് സിറോ മലബാർ സഭ. മഞ്ഞപ്ര ഇടവകയിലെ സഹവികാരി ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇടവക വികാരി പള്ളിയിൽ സർക്കുലർ വായിക്കുന്നതിനിടെ സഹവികാരി മൈക്ക് ഓഫ് ചെയ്തതാണ് നടപടിക്ക് കാരണം. ഫാദർ ജെഫിനെ ഇടവകയിൽ നിന്ന് മാറ്റുകയും പൊതു കുർബാന അർപ്പിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം, ഈ വിമതർക്കെതിരെയുള്ള നടപടികൾ കഴിഞ്ഞ കുറേ ദിവസമായി ഉണ്ടാകും, പ്രതിഷേധങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ? രഞ്ജിത്ത്, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മഞ്ഞപ്ര മാർസ്ലീവ ഫൊറോന പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുർബാനയ്ക്കിടെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടനും സഹവികാരിയും ഫാദർ ജെഫും തമ്മിൽ തർക്കമുണ്ടായത്. അതായത് ഈ കുർബാനയ്ക്കിടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ സർക്കുലർ വായിക്കാൻ ഈ ഇടവക വികാരി ശ്രമിച്ചു. ഇതിനിടെ വികാരിയുടെ മൈക്ക് ഈ സഹവികാരി ഫാദർ ജെഫ് ഓഫ് ചെയ്യുകയും ഈ സർക്കുലർ വായിക്കുന്നത് തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇത് ഈ ഇടവക വികാരിയുടെ മൈക്ക് ഓഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിരൂപത നേതൃത്വത്തിന് മുന്നിൽ, കൂരിയയ്ക്ക് മുന്നിൽ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന് മുന്നിൽ പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫാദർ ജെഫിനെതിരെ നടപടി ഉണ്ടായിരിക്കുകയും എന്നതാണ്. അതായത് പരസ്യ കുർബാന അർപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇടവകയുടെ സഹവികാരി ചുമതലയിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ഞപ്ര ഫൊറോന പള്ളിയിൽ ഈ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇത് അതിരൂപതയിൽ എമ്പാടും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിമത വൈദികരും വിമത വിശ്വാസികളും ഇന്ന് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ ഒരു പ്രതിഷേധ സംഗമം നടത്താൻ ആലോചിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് പ്രതിഷേധം നടക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ പ്രതിഷേധ സംഗമത്തിനാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിമത വൈദികനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയുള്ള എല്ലാ പ്രതിഷേധങ്ങൾക്കും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ വിമതർ ഒത്തുകൂടരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്തത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഇന്നലെയും ഈ മഞ്ഞപ്ര പള്ളിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിമത വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഫാദർ ജെഫിനെ തിരിച്ചടിക്കില്ല, നടപടി തുടരും എന്ന് തന്നെയാണ് അതിരൂപത നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സൂചനയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ കുറെ നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിഭാഗം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴും സഭാ നേതൃത്വം, അതിരൂപത നേതൃത്വം സംയമനം പാലിക്കുകയായിരുന്നു. നടപടികൾ ആർക്കെതിരെയും സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ആദ്യമായി ഒരു വൈദികനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വിമതർക്കെതിരെ ശക്തമായ നടപടികളിലേക്കാണ് സഭാ നേതൃത്വം പോകുന്നത് എന്നാണ് വിവരം. നമുക്ക് നമ്മുടെ പ്രധാന